ഇത് ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇത്രയും മതി കേട്ടോ വയറ് നിറയെ ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് വേണ്ടത് ഉണക്ക ചെമ്മീനാണ്. തലം വാലും കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്ക ചെമ്മീൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല പോലെ അതൊന്ന് റോസ്റ്റായി വന്നു കഴിയുമ്പോൾ നമുക്കത് തണുക്കാൻ മാറ്റി വെക്കാം. തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അതൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയ തരിയോട് കൂടി പൊടിക്കാം, നന്നായിട്ട് പൊടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളി ഒരു 5-8 ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കതിലേക്ക് ഇട്ട് അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി ഈ സവാളയുടെ കളറ് മാറി നല്ല ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ബ്രൗൺ കളർ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം ഇരുവെള്ള മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് നല്ലതുപോലെ മാറുന്നവരെ വഴറ്റിയെടുക്കാം. പച്ചമണം മാറിയ ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി തക്കാളി വെന്ത് നന്നായിട്ട് ഉടഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ചെമ്മീനുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റോളം ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഉണക്ക ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഉണക്ക ചെമ്മീൻ ചമ്മന്തിയും ചെമ്മീനും മാങ്ങയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാകും. ഇതൊരു വട്ടം ഒന്ന് ട്രൈ ചെയ്യണേ, അപാര ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറുണ്ണാൻ. അപ്പോൾ എങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.